വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എജു ഈസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ +2കാരുടെ ഇംഗ്ലീഷിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിരിക്കുന്നത്. നാളെ അവർക്ക് ക്രിസ്മസ് എക്സാം ഇംഗ്ലീഷാണ്. അപ്പം ഹയർ സെക്കൻഡറിക്കാർക്കും VHSക്കാർക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് കുറച്ച് നോട്ട്സുകളായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. അപ്പം നമുക്ക് ക്ലാസ് എത്രയും വേഗം നമുക്ക് എടുത്തു പോകാം. ഓക്കെ, നമുക്ക് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ വുമൻ എംപവർമെൻറ്റ്. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ആയിരുന്നു അല്ലേ, ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എന്താണ് 3Lsനെയൊക്കെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് എല്ലാവർക്കും അറിയാം, എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. ഏതൊക്കെയാണ് 3Ls ഓഫ് വുമൻ എംപവർമെൻറ്റ് എന്നുള്ളത് അറിയായിരുന്നു. ഏതൊക്കെയാണെന്ന് അറിയാലോ, ലേണിങ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ് അല്ലേ. അപ്പം അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ വുമൻ എംപവർമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻ വുമൻ എംപവർമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി നമുക്ക് കോമൺ ആയിട്ട് ഇപ്പോൾ ഒരു എസ്സേ ഒക്കെ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കുറച്ച് പോയിൻറ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് അതിലോട്ട് പോകാം. നോക്കിക്കേ, ആൻസർ: എഡ്യൂക്കേഷൻ ഈസ് എ ഗോൾഡൻ വേ ടു സക്സസ്. Education paves the way for human resource development. Education provides more opportunities. Education develops personality. Education improves knowledge. Education develops creativity. Education gives hope and dreams. എഡ്യൂക്കേഷൻ ഗീവ്സ് ബെറ്റർ ലൈഫ് ട്രെയിനിങ്. അപ്പം എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വുമൻ എംപവർമെൻറ്റിൻ്റെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ഈ പോയിൻറ്സുകൾ എഴുതാം. ഓക്കെ, അപ്പം പിന്നെ ഇങ്ങനെ എഡ്യൂക്കേഷൻ എഴുതേണ്ട, ഇറ്റ് ഉയർത്തങ്ങ് എഴുതി പോയാൽ മതി. അടുത്ത നെക്സ്റ്റ് ചോദ്യം, വേസ് ഓഫ് എംപവറിങ് വുമൻ. എന്തൊക്കെയാണ് അതിൻ്റെ പോയിൻറ്റ്സ്? ഗീവിങ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ഗീവിങ് ഈക്വൽ സ്റ്റാറ്റസ് ആൻഡ് ഈക്വൽ വേജസ്. നെക്സ്റ്റ് പോയിന്റ്, പ്രൊവൈഡിങ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. അടുത്തത് പ്രൊവൈഡിങ് സോഷ്യൽ ജസ്റ്റിസ്. അടുത്തത് എൻഷുവറിങ് പാർട്ടിസിപ്പേഷൻ ഇൻ ഓൾ ഫീൽഡ്സ് അല്ലേ. എല്ലാ സ്ത്രീകൾക്കും എല്ലാ ഫീൽഡിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് തീർച്ചയായിട്ടും എംപവർമെൻറ്റ് കൊണ്ട് വുമൻസിന് ഉണ്ടായിരിക്കണം അല്ലേ. നെക്സ്റ്റ്, ഡെവലപ്പിംഗ് ദ കൾച്ചർ ഓഫ് ഇൻക്ലൂഷൻ. അടുത്തത് പ്രൊവൈഡിങ് ബെറ്റർ ഹെൽത്ത് കെയർ. നെക്സ്റ്റ്, ഗീവിങ് സോഷ്യൽ സെക്യൂരിറ്റി. ഇനിയുള്ള ചോദ്യം ഒരു ക്വസ്റ്റ്യനെയർ ടൈപ്പ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ പോലെ നമുക്ക് ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യമാണ്. പ്രിപ്പയർ 5 questions ഫോർ ആൻ ഇൻ്റർവ്യൂ വിത്ത് ക്രിസ്റ്റീന ലഗാർഡ്. നമ്മുടെ എന്താണ് ദ 3Ls ഓഫ് എംപവർമെൻറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ റൈറ്ററാണ് ക്രിസ്റ്റീന ലഗാർഡ്. അവരെ നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ അവരോട് ചോദിക്കാൻ പറ്റുന്ന 5 ഇൻ്റർവ്യൂ ചോദ്യങ്ങൾ. ഫസ്റ്റ് ചോദ്യം, സേ എബൌട്ട് യുവർ ചൈൽഡ്ഹുഡ്. അത് നിങ്ങൾക്ക് കോമൺ ആയിട്ട് ആരോട് വല്ലതും ചോദിക്കാം. നിങ്ങളുടെ ചൈൽഡ്ഹുഡിനെ പറ്റി നിങ്ങൾക്ക് പറയാമോ? വാട്ട് ആർ ദ ചലഞ്ചിങ് ടാസ്ക് ബിഫോർ വുമൻ ഇൻ ദ വേൾഡ്. ഈ ലോകത്ത് നിങ്ങൾ സ്ത്രീയായി ജനിച്ചപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്ന ചലഞ്ചിങ് ആയിട്ടുള്ള ടാസ്ക് എന്താണ്? വൈ ഡു യു സെലക്ട് ദിസ് ഫീൽഡ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു ഫീൽഡ് സെലക്ട് ചെയ്തത്? ഹൗ ക്യാൻ വി ബിൽഡ് സെൽഫ് കോൺഫിഡൻസ് ഇൻ വുമൻ. ഓരോ സ്ത്രീകളിലും ഒരു സെൽഫ് കോൺഫിഡൻസ് എങ്ങനെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാം, ബിൽഡ് ചെയ്ത് വരാം. വാട്ട് ഈസ് യുവർ മെസ്സേജ് ടു ആസ്. പൊതുവായ എല്ലാവർക്കും അല്ലെങ്കിൽ ന്യൂ ജനറേഷന് നിങ്ങൾക്ക് നൽകാൻ പറ്റുന്ന മെസ്സേജസ് എന്തൊക്കെയാണ്? ഓക്കെ, ഇതിൻ്റെ ഒരു ബേസിൽ ബേസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസേഴ്സ് എഴുതാനായിട്ട് പറ്റും. ഇനിയും നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്, വുമൺ എന്ന് പറയുന്നത് ഒരു ഫാമിലിയുടെ ഒരു ഫോക്കൽ പോയിൻ്റ് ആണ് അല്ലേ. നമ്മൾ എനി വുമൻ എന്ന് പറഞ്ഞ കാതറിൻ ടേയാൻ്റെ എനി വുമൻ എന്ന് പറഞ്ഞാൽ ആ പോയത്തിലൂടെ നമ്മൾ പഠിച്ച കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. വുമൺ എന്ന് പറയുന്നത് ഫാമിലിയുടെ ഒരു ഫോക്കൽ പോയിൻ്റ് ആണെന്ന് പ്രസ്താവിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയാം? വുമൺ ഈസ് ദ പില്ലേഴ്സ് ഓഫ് ഹൗസ്. ഓരോ വീടിൻ്റെയും തൂണുകളാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. വുമൺ ഈസ് ദ കീ സ്റ്റോൺ ഓഫ് ദ ആർക്ക്. വിത്തൗട്ട് വുമൻ ദ റൂഫ് ആൻഡ് വാൾ with a rule. Woman is the heat upon the hearth. Hearth എന്താണെന്ന് അറിയാലോ എല്ലാവർക്കും, നമ്മൾ അടുപ്പ് എന്ന് പറയുന്നത്. Woman is the light of love. Woman is the twist that holds all family members together. Woman is a symbol of love and protection.
ഇനി നമുക്കറിയാം എനി വുമൻ എന്ന് പറഞ്ഞ പോയതിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു ഐഡിയ തരുവാണ്. എനി വുമൻ എന്ന് പറഞ്ഞ പോയതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നൊരു ഫിഗർ ഓഫ് സ്പീച്ചാണ് മെറ്റഫർ. ഞാനാണെങ്കിൽ ഫിഗർ ഓഫ് സ്പീച്ചിൻ്റെ ഒരു ക്ലാസ് നമ്മുടെ ഗ്രൂപ്പിൽ നമ്മുടെ ഈസിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കയറി കാണുക. നിങ്ങൾക്ക് എക്സാമിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും അത് കേട്ടോ. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാച്ച് ബോക്സ് എന്ന് പറഞ്ഞ ആ ഒരു കഥയിൽ നോമിത എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ പറ്റി അവരുടെ ഒരു ക്യാരക്ടർ സ്കെച്ച് അവരെ പറ്റി ചോദിച്ചാൽ കുറേ പോയിന്റ്സ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സ് ആണ്. നോമിത ഈസ് ദ സെൻട്രൽ ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി മാച്ച് ബോക്സ്. മാച്ച് ബോക്സ് എന്ന് പറഞ്ഞ കഥയുടെ ഒരു സെൻട്രൽ ക്യാരക്ടറാണ് നോമിത. ഷീ ഈസ് ദ വൈഫ് ഓഫ് അജിത്ത്. ഒരു റിച്ച് പേഴ്സൺ ആണ് അല്ലേ, ഒരു ഭയങ്കര പൈസ ഉള്ള ഒരു പേഴ്സൺ ആണ് അജിത്ത്. അപ്പോൾ അജിത്തിൻ്റെ ഭാര്യയാണ് ഒരു നോമിത. ദേ ആർ ലിവിങ് ഇൻ എ ജോയിൻറ്റ് ഫാമിലി. ജോയിൻറ്റ് ഫാമിലി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഇറ്റ്സ് എ ലോട്ട് ഓഫ് മെമ്പേഴ്സ് ഉള്ള ഫാമിലിയാണ് ജോയിൻറ്റ് ഫാമിലി എന്ന് പറയുന്നത് അല്ലേ. അവിടെ പക്ഷേ ഫാമിലി ഹെഡായിരിക്കും അത് ആ ഒരു ജോയിൻറ്റ് ഫാമിലിയുടെ അതോറിറ്റി എന്ന് പറയുന്നത് ഇല്ലയോ. പക്ഷേ അവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ ഇനഫ് ആയിരിക്കും അല്ലേ, ഇനഫ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. ഫ്രീഡം വലുതായിട്ട് നമുക്ക് കാണത്തില്ല, റെസ്ട്രിക്റ്റഡ് ഫ്രീഡം ഒക്കെ ആയിരിക്കും അല്ലേ. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു ജോയിൻറ്റ് ഫാമിലിയിൽ ജീവിക്കുന്ന ഒരു കഥാപാത്രമാണ് ആര്, നോമിത എന്ന് പറയുന്നത്. പിന്നെ ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ വുമൻ. അവരെ കണ്ടാൽ ഭയങ്കര അതിമനോഹര അതിസുന്ദരിയാണ്. നോമിത കംസ് ഫ്രം എ പുവർ ഫാമിലി. നോമിത വളരെ പാവപ്പെട്ട ഒരു ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. ഷീ ഹാസ് നോ ബ്രദേഴ്സ് ഓർ സിസ്റ്റർ. അവൾക്ക് സഹോദരനോ സഹോദരിയോ ഒന്നുമില്ല. ഷീ ഡസ് നോട്ട് അലോ എനി വൺ ടു ട്രാമ്പിൾ അപ്പ് ഓൺ ഹർ ഡിഗ്നിറ്റി. അവളുടെ ഒരു ഇതിലെ അവളുടെ കാര്യത്തിൽ മറ്റുള്ളവർ ഇടപെടുന്നതൊന്നും അവൾക്ക് അത്ര വലിയ കാര്യമല്ലായിരുന്നു, അവൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ആ ഒരു ചാപ്റ്ററിൽ സ്വന്തം ഹസ്ബൻഡായിട്ട് പോലും അവളുടെ കത്തെടുത്ത് വായിക്കുന്നത് ആർക്കും ഇഷ്ടമല്ലായിരുന്നു, നമ്മുടെ നോമിതയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ കത്ത് വായിച്ച് ക്രാഷൊക്കെ നമ്മൾ ബഹളമൊക്കെ ഉണ്ടാകുന്നൊരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ആ കഥയെപ്പറ്റി അറിയാം. ഷീ വാണ്ട്സ് ടു ബ്രേക്ക് ഓഫ് ദ ബോൺസ് ഓഫ് മാരിറ്റൽ സ്ലേവറി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സെൻറ്റൻസ് ആണ് കേട്ടോ. ഷീ വാണ്ട്സ് ടു ബ്രേക്ക് ഓഫ് ബോൺസ് ഓഫ് മാരിറ്റൽ സ്ലേവറി. ആണുങ്ങളുടെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആണുങ്ങളുടെ അടിമയാണ് സ്ത്രീകൾ എന്നൊരു കാഴ്ചപ്പാടിനെ ആ ഒരു ബോണ്ടിനെ തന്നെ ബ്രേക്ക് ചെയ്തു, ആ ഒരു ഷെല്ല് പൊളിച്ച് വെളിയിലോട്ട് വന്നൊരു ക്യാരക്ടറാണ് ആര്, നോമിത. ഷീ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇന്ത്യൻ ടിപ്പിക്കൽ ഹൗസ് വൈഫ്. ഒരു ഇന്ത്യൻ ടിപ്പിക്കൽ ഹൗസ് വൈഫിന് ഉദാഹരണം തന്നെയാണ് ആര്, നോമിത എന്ന് പറഞ്ഞ ക്യാരക്ടർ. അതാണ് നമ്മുടെ നോമിത എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ പ്രത്യേകത. പിന്നെ നമുക്ക് സുധാമൂർത്തിയുടെ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു, ഹൊറിഗല്ലു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഹൊറിഗല്ലു. ഹൊറിഗല്ലു എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം ഇല്ലേ, ഹൊറിഗല്ലു എന്താ സംഭവം എന്നൊക്കെ അറിയാലോ. ഹൊറിഗല്ലു എന്ന് പറയുന്നത് ഹൊറിഗല്ലു ഈസ് എ സ്റ്റോൺ ബെഞ്ച് ദാറ്റ് ക്യാൻ ബിയർ വെയിറ്റ് ഇല്ലേ. വെയിറ്റ് നമ്മൾ പറഞ്ഞില്ലേ, ചുമട് താങ്ങി എന്ന് പറയുന്നത് വെയിറ്റ് താങ്ങി നിർത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റോൺ ബെഞ്ച്, കല്ലുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ബെഞ്ചാണ് ഹൊറിഗല്ലു എന്ന് പറയുന്നത്. A large flat stone placed horizontally over two vertical ones. വെർട്ടിക്കൽ ആയിട്ടുള്ള സാധനങ്ങളെ തമ്മിൽ കണക്ട് ചെയ്ത് കാണപ്പെടുന്ന ഒരു വലിയ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്റ്റോൺ ആണ് ഹൊറിഗല്ലു. എനിവൺ ക്യാൻ സിറ്റ് ആൻഡ് റെസ്റ്റ് ദെയർ. അവിടെ വന്ന് ആർക്ക് വേണമെങ്കിലും ഇരിക്കുകയും റെസ്റ്റ് ചെയ്യുകയും ചെയ്യാം. എ പ്ലേസ് ഫോർ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ. ആൾക്കാർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ആശയവിനിമയം നടത്താൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഹൊറിഗല്ലു. ഇറ്റ് സിംബോളിസസ് ദ കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ വി റിസീവ് ഫ്രം അതേഴ്സ്. പരസ്പരം ഒരു കെയറും പ്രൊട്ടക്ഷനും ഒക്കെ അവർക്ക് ആ ഹൊറിഗല്ലു എന്ന് പറഞ്ഞ ആ ഭാഗത്ത് വരുമ്പോൾ അവർക്ക് എല്ലാവർക്കും ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഹൊറിഗല്ലുവിനെ പറ്റി എന്തെങ്കിലുമൊക്കെ പോയിന്റ്സ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പോയിന്റ്സ് ഒക്കെ എഴുതാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് പറയാം ഹൊറിഗല്ലു ഈസ് എസെൻഷ്യൽ ഇൻ ജേർണി അല്ലേ. ഓരോ ജേർണിയുടെ ഒരു എസെൻഷ്യൽ ഭാഗം തന്നെയാണ് ഹൊറിഗല്ലു. കാരണം വൈ എന്ന് വെച്ചാൽ നമുക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ കുറച്ച് പോയിന്റ്സ് കൂടെ പറഞ്ഞു തരാം. ടു ലേ ഡൗൺ ദ ബർഡൻ. നമ്മുടെ ഭാരം ഇറക്കി വെക്കുന്നത് ഹൊറിഗല്ലുവിലാണ്. ടു റീഗെയിൻ സ്ട്രെങ്ത്. അവിടെ നിന്ന് നമ്മൾ ക്ഷീണിച്ച് വന്നിരുന്ന് കുറേ സമയം കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സ്ട്രെങ്ത് വീണ്ടും നേടിയെടുക്കാൻ ഹൊറിഗല്ലുവിലൂടെ നമുക്ക് സാധിക്കുന്നു. പിന്നെ ടു ഗെറ്റ് സോലൻസ്, ടു ഗെറ്റ് റെസ്റ്റ് ആൻഡ് റിലീഫ്, ടു ഗെറ്റ് ഫ്രഷ് വാട്ടർ, ടു ഷെയർ ഐഡിയാസ്. അവിടെ വെച്ച് നമ്മളുടെ റെസ്റ്റ് എടുക്കുന്നു. പിന്നെ നമുക്ക് അവിടെ നിന്ന് നമ്മൾ ഓൾറെഡി ആ ചാപ്റ്ററിൽ പറയുന്നുണ്ട്, അവിടെ നമ്മൾ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അല്ലേ, അവിടെ നമുക്ക് ഫ്രഷ് വാട്ടേഴ്സ് ഒക്കെ ലഭിക്കും. നമ്മുടെ ഐഡിയാസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ഹൊറിഗല്ലു എന്ന് പറയുന്നത്.
പിന്നെ ഈ ഹൊറിഗല്ലുവായിട്ട് കൺസിഡർ ചെയ്യുന്ന 2 ആൾക്കാരുണ്ട്. സുധാമൂർത്തിയുടെ ഗ്രാൻഡ് ഫാദറും പിന്നെന്താണ് സുധാമൂർത്തിയുടെ ബാങ്കിലെ ക്ലർക്കായ രത്നയും. അവർ രണ്ടുപേരെയും ഹൊറിഗല്ലുവായിട്ട് കൺസിഡർ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ പോയിൻറ്റ്സും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇപ്പോൾ ഗ്രാൻഡ് ഫാദറിനെ പറ്റി പറയുകയാണെങ്കിൽ ഹി വാസ് എ റിട്ടയർഡ് സ്കൂൾ മാസ്റ്റർ. അദ്ദേഹം ഒരു സ്കൂൾ ടീച്ചറായിരുന്നു അല്ലേ. അയാൾ ഒരു റിട്ടയർഡ് ആയിട്ടുള്ള ഒരു സ്കൂൾ ടീച്ചറായിരുന്നു. ഹി വാസ് റെഡി ടു സ്പെൻഡ് ടൈം ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ലായിരുന്നു. ഹി വാസ് റെഡി ടു ഹിയർ ദ പ്രോബ്ലംസ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനുള്ളൊരു സന്മനസ് നമ്മുടെ ഗ്രാൻഡ് ഫാദറിനുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹം ഒരു ഹൊറിഗല്ലു ആണെന്ന് നമുക്ക് പറയാം അല്ലേ. ഹി വാസ് എ മാൻ ഓഫ് പേഷ്യൻസ്. എന്താണ്, നല്ല ദയുള്ള സഹാനുഭൂതിയുള്ള ഒരു മനുഷ്യനാണ് ഗ്രാൻഡ് ഫാദർ. ഹി വാസ് എ മാൻ വിത്തൗട്ട് എനി ജഡ്ജ്മെൻറ്റ്. മറ്റുള്ളവരുടെ കാര്യങ്ങളെല്ലാം കേൾക്കും, പക്ഷേ അതിന് പ്രത്യേകിച്ചൊരു ജഡ്ജ്മെൻ്റ് ഒന്നും ആരും നൽകില്ലായിരുന്നു, നമ്മുടെ ഗ്രാൻഡ് ഫാദർ നൽകില്ലായിരുന്നു. ഹി വാസ് എ മാൻ വിത്ത് ഇമോഷണൽ സ്റ്റെബിലിറ്റി. സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ ഒരു സന്തുലനാവസ്ഥ, ആ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉടനീളം കൊണ്ടുപോകുന്ന ഒരു മനുഷ്യനായിരുന്നു ഗ്രാൻഡ് ഫാദർ. ഹി വാസ് ലൈക്ക് അനദർ ഹൊറിഗല്ലു. ഒരു ഹൊറിഗല്ലുവിന് ഉദാഹരണമായിട്ട് തന്നെ നമുക്ക് നമ്മുടെ സുധാമൂർത്തിയുടെ ഗ്രാൻഡ് ഫാദറിനെ പറയാം. അടുത്തത് രത്ന വാസ് എ സീനിയർ ക്ലർക്ക്. ഷി വാസ് എ മിഡിൽ ഏജ്ഡ് വുമൻ. ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള വുമൻ ആയിരുന്നു. ഷി വാസ് വിത്ത് ആൻ ഇൻഫെക്റ്റിയസ് ചിയർഫുൾനെസ്. നല്ല അതിസുന്ദരിയായ ഒരു സ്ത്രീ ആയിരുന്നു. ഷി വാസ് റെഡി ടു ഹിയർ ദ പ്രോബ്ലംസ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെല്ലാം കേൾക്കാനും ഒക്കെ കഴിവുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു. ഷി വാസ് ഇൻ പേഷ്യൻസ്. നമ്മളിപ്പോൾ പറഞ്ഞ പൂപ്പൻ്റെ കാര്യം പറഞ്ഞ തന്നെ കാര്യങ്ങൾ അവിടെ ഹീ ആയിരുന്നു, ഇവിടെ ഷീ ആകുന്നേ ഉള്ളൂ കേട്ടോ. ഷി വാസ് ലൈക്ക് അനദർ ഹൊറിഗല്ലു. ഷി വാസ് വിത്തൗട്ട് എനി ജഡ്ജ്മെൻറ്റ്. അവളും എന്ത് ചെയ്യുന്നില്ല, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നുണ്ട്, പക്ഷെ അവിടെ പ്രത്യേകിച്ചൊരു ജഡ്ജ്മെൻറ്റ് നൽകുന്നില്ല. അതുകൊണ്ട് ഈ സുധാമൂർത്തിയുടെ ഗ്രാൻഡ് ഫാദറും സുധാമൂർത്തിയുടെ ഓഫീസിലെ ക്ലർക്കായ രത്നയും നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം, ഹൊറിഗല്ലുവായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. മുമ്പ് ഒരു സെൻറ്റൻസ് പറഞ്ഞില്ലേ, ഷി വാസ് വിത്ത് ആൻ ഇൻഫെക്റ്റിയസ് ചിയർഫുൾനെസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ. അവിടെ ഇൻഫെക്റ്റിയസ് ചിയർഫുൾനെസ് മീൻസ് ഇറ്റ് ഈസ് ആൻ എക്സ്ചേഞ്ച് ഓഫ് ഹാപ്പിനെസ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. എന്താണ്, ഒരു പേഴ്സണിൽ നിന്ന് മറ്റൊരു പേഴ്സണിലേക്ക് സന്തോഷത്തെ എന്ത് ചെയ്യാൻ, എക്സ്ചേഞ്ച് ചെയ്യാൻ അവരിലൂടെ എന്ത് ചെയ്യുന്നു, കഴിയുന്നുണ്ട്. ഇറ്റ് ഈസ് എ സ്പ്രെഡിങ് ഫാസ്റ്റ് അല്ലേ. അത് വളരെ വേഗത്തിൽ എന്ത് ചെയ്യും, സ്പ്രെഡ് ചെയ്യുമെന്നാണ്. അത് ഈസിലി ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഇൻഫെക്റ്റീഷ്യസ് അല്ലെങ്കിൽ ഇൻഫെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഈസിലി ട്രാൻസ്മിറ്റ്. അവിടെ ഹാപ്പിനെസ് നമുക്ക് വളരെ വേഗത്തിൽ സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പാവം കുട്ടിയായിരുന്നു ആര്, രത്ന എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത യൂണിറ്റ് ഹൈറ്റ്സ് ഓഫ് ഹാർമണി. ഞാൻ ഇന്ന് ഓടിച്ചിട്ട് ഓവറോൾ ഐഡിയാസ് പറഞ്ഞു തരുവാണ്, നിങ്ങൾക്ക് ഇത് ഒരുപാട് ഉപകാരപ്പെടും കേട്ടോ. ഇത് കേൾക്കണം എല്ലാവരും. അടുത്തത് മെൻഡിങ് വാൾ, റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഒരു കവിതയാണ്. നമുക്കറിയാം മെൻഡിങ് വാൾ എന്നിട്ട് രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള അവരുടെ ബന്ധത്തിനിടയ്ക്ക് എന്താണ്, ഒരു വാള് വരുമ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടൊരു കവിതയാണ് മെൻഡിങ് വാൾ. അത് എഴുതിയത് ആരാന്ന് നമുക്കറിയാം, അമേരിക്കൻ പോയറ്റ് അല്ലേ, അമേരിക്കക്കാരനായ റോബർട്ട് ഫ്രോസ്റ്റ് ആണ് അല്ലേ. ആ ഇതിലൊരു ലൈനുണ്ട്, എന്ത്, ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് എന്ന് പറഞ്ഞൊരു ലൈനുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് എക്സാമിന് ചോദിക്കാം. ആ ഒരു ലൈനിലൂടെ എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇറ്റ് ഈസ് നെസസറി ടു കീപ് സം ലിമിറ്റ്സ് ബിറ്റ്വീൻ നെയ്ബേഴ്സ് അല്ലേ. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ പ്രൈവസി. It is essential for maintaining good and healthy relations. Unlimited freedoms between neighbors will destroy to rhythm and harmony of life. Good fences are essential for keeping one's own property well. ഇതാണ് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് എന്നുള്ളതിൻ്റെ ഒരു ഓവറോൾ ഐഡിയ. പിന്നെ നമുക്ക് ആർഗ്യുമെൻ്റ് ഒക്കെ ചോദിക്കാം. അതായത് നമ്മൾ ഈ ഒരു ഇതിൽ നമ്മൾ പറയുന്നത് വാള് നല്ലതാണോ, അല്ലെങ്കിൽ വാളിന് എന്താ ഫേവർ ചെയ്തും നമുക്ക് സംസാരിക്കാം, വാളിനെ എന്താ എഗൻസ്റ്റ് ചെയ്തും സംസാരിക്കാം. അങ്ങനത്തെ നമുക്ക് ഡിബേറ്റ് പോലെ നമുക്ക് അതിൻ്റെ പോയിൻറ്റ്സ് ഇൻ ഫേവർ ഓഫ് വാളും പോയിൻറ്റ്സ് എഗൻസ്റ്റ് വാളും നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് അറിഞ്ഞിരിക്കണം. നമുക്ക് 2 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനൊക്കെ വേണമെങ്കിൽ കയറി ചോദിക്കാം. അപ്പോൾ എന്താണ്, ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് എന്നുള്ളതിനെ നമുക്ക് എന്താണ്, അത് ഫേവർ ചെയ്ത് പറയാൻ പറ്റുന്നൊരു സെൻറ്റൻസ് ആണ് അല്ലേ. വാളിനെ ഫേവർ ചെയ്ത് പറയുകയാണെങ്കിൽ ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. പിന്നെ ഫെൻസസ് ആർ എസെൻഷ്യൽ ഫോർ സെക്യൂരിറ്റി അല്ലേ. നമ്മൾ പറയാം ഫെൻസസ്, നമ്മൾ എന്താണ്, മതിൽ അല്ലെങ്കിൽ വേലി എന്ന് പറയുന്നത് എന്താ, നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ്. അത് നല്ലൊരു കാര്യമില്ലേ. ഫെൻസസ് ആർ എസെൻഷ്യൽ ഫോർ പ്രൈവസി, നമ്മുടെ പ്രൈവസിക്ക് വേണ്ടിയുമാണ്. ഫെൻസസ് ആർ എസെൻഷ്യൽ ഫോർ മെയിൻറ്റെയിനിങ് ഹെൽത്തി റിലേഷൻസ്, നല്ലൊരു ഹെൽത്തി റിലേഷൻ കൊണ്ടുപോകാൻ ഫെൻസസ് സഹായിക്കും. ഫെൻസസ് ആർ നീഡ് ഫോർ കീപ്പിംഗ് പ്രോപ്പർട്ടി.
എന്നാൽ പോയിൻറ്റ്സ് എഗൻസ്റ്റ് വാളാണെങ്കിൽ നമ്മൾ ആ വാളിനെ എതിർത്ത് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എഗൻസ്റ്റ് ദ നേച്ചർ. നമ്മൾ വാളൊക്കെ കെട്ടുന്നത് നമ്മുടെ പ്രകൃതിക്ക് അതൊരു ദോഷമാണ്. വാൾ ഈസ് എ ഡിവൈഡിങ് ഫോഴ്സ് അല്ലേ, പല ആൾക്കാരെ തമ്മിലും വേർതിരിക്കുന്ന ഒരു ഘടകമായി വാൾ മാറും. വാൾ ഈസ് എ സിമ്പിൾ ഓഫ് സെൽഫിഷ്നെസ് അല്ലേ, സ്വന്തം കാര്യം മാത്രം നോക്കുക, സെൽഫിഷായിട്ടുള്ളതിൻ്റെ സിമ്പിളായിട്ട് വാളിനെ കാണാം. വാൾ ഈസ് എഗൻസ്റ്റ് ദ ഐഡിയ ഓഫ് യൂണിവേഴ്സൽ ലവ്, അതായത് യൂണിവേഴ്സൽ ലവ് എന്ന് പറഞ്ഞ ഒരു ചിന്തയ്ക്ക് എഗൻസ്റ്റ് ആയിട്ടാണ് അവിടുത്തെ വാൾ എന്ന് പറയുന്നത്. വാൾ റിസൾട്ട് ഇൻ എന്താണ് സസ്പീഷ്യൻസ് എമംഗ് പീപ്പിൾ, ആളുകളുടെ ഇടയിൽ തന്നെ ഒരു വേർതിരിവ് ഉണ്ടാകാനായിട്ട് വാൾ കാരണമാകും. പിന്നെ നമ്മുടെ ഈ പോയത്തിൽ നമ്മൾ പ്രധാനമായിട്ടും 3 പോയറ്റിക് ഡിവൈസുകൾ ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു കവിതയിൽ. അതിലേതൊക്കെ ലൈൻസ് ജസ്റ്റ് ഞാനൊന്ന് മെൻഷൻ ചെയ്യാം. സിമിലി എന്ന് പറയുമ്പോൾ നമുക്ക് ലൈക്ക് കണ്ടാൽ ഓർത്തോണം എന്താണ്, സിമിലിയാണ് കേട്ടോ. ലൈക്കും ആസും വന്നാൽ സിമിലി ആയിരിക്കും ആ ലൈൻസിൽ. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ പോയത്തിലെ ഒരു സിമിലിയാണ്. ലൈക്ക് ആൻ ഓൾഡ് സ്റ്റോൺ സാവേജ് ആംഡ്. അടുത്ത മെറ്റഫർ എന്ന് പറയുന്നത് അവിടെ എന്താണ് മെറ്റഫർ? ആൻഡ് some are loaves and some so nearly balls. And some are loaves and some so nearly balls. അടുത്ത അലിട്രേഷൻ ഇവിടെ ഏതാണ്? when I was walling in or walling out. നിങ്ങൾ നിർബന്ധമായിട്ട് ആ സിമിലി മെറ്റഫർ അലിട്രേഷനൊക്കെ ഞാൻ എടുത്ത ക്ലാസ് നമ്മുടെ ഇതിൽ കിടപ്പുണ്ട്, ഉറപ്പായിട്ടും കാണണം. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും, ഇതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയയും കിട്ടും. അടുത്തത് അമിഗോ ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ പിരി തോമസിൻ്റെ ഒരു കഥയാണ്. എന്ത് അമിഗോ ബ്രദേഴ്സ് അല്ലേ, ബോക്സിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഒരു കഥയാണ്. ഇതിൽ 2 മെയിൻ അമിഗോ ബ്രദേഴ്സ് 2 കഥാപാത്രങ്ങളാണ്, അന്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് വാർഗാസ് എന്ന് പറഞ്ഞ 2 പേര്. അവരുടെ കോമൺ ആയിട്ടുള്ളൊരു ക്യാരക്ടറിസ്റ്റിക്സ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കാം, അത് നിങ്ങളൊന്ന് നോക്കുക. നോക്കിക്കേ, ദേ വെയർ ബോത്ത് 17 years old. 2 പേരും ഏകദേശം 17 വയസ്സ് പ്രായമുള്ളവരാണ്. ദേ വെയർ സോ ടുഗദർ ഇൻ ഫ്രണ്ട്ഷിപ്പ്. 2 പേരും നല്ല ഫ്രണ്ട്ഷിപ്പൊക്കെ കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. ദേ ഫെൽറ്റ് ദംസെൽസ് ആസ് ബ്രദേഴ്സ്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരങ്ങളെ പോലെയാണ് കാണുന്നത്. ദേ ഹാഡ് ദെയർ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ഇൻ ദ സെയിം ബിൽഡിംഗ്. അന്റോണിയോ വാസ് ഫെയർ, ലീൻ ആൻഡ് ലാങ്കി എന്ന് പറഞ്ഞാൽ അന്റോണിയോ എന്ന് പറഞ്ഞ ആൾ മറ്റേ നമ്മുടെ ഫെലിക്സിൻ്റെ അത്രയും വണ്ണമൊന്നുമില്ല, അത്യാവശ്യം മെലിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. ഫെലിക്സ് വാസ് ഡാർക്ക്. അന്റോണിയോ ഇച്ചിരി വെളുത്ത നല്ല ഇതായിട്ടുള്ളതായിരുന്നു, പക്ഷേ ഫെലിക്സ് എന്ന് പറഞ്ഞ ആൾ കുറച്ച് ഡാർക്കാണ്, ഷോർട്ടാണ്, നീളം കുറഞ്ഞവനാണ്. ആൻഡ് ഹസ്കി മീൻസ് ഇച്ചിരി അത്യാവശ്യം വണ്ണമൊക്കെ ഉള്ള ഇച്ചിരി ബലമൊക്കെ ഉള്ളത് ആളായിരുന്നു. ആന്റോണിയോസ് ഹെയർ വാസ് ഓൾവേസ് ഫാളിങ് ഓവർ ഹിസ് ഐസ്. അന്റോണിയോയുടെ ഹെയർ എന്ന് പറഞ്ഞാൽ എപ്പോഴും അവൻ്റെ കണ്ണിലോട്ട് ഇങ്ങനെ എന്ത് ചെയ്യുമായിരുന്നു, ഫാൾ ചെയ്ത് കിടക്കുമായിരുന്നു. ഫെലിക്സ് വോർ ഹിസ് ബ്ലാക്ക് ഹെയർ ഇൻ എ നാച്ചുറൽ അഫ്രോ സ്റ്റൈൽ. നാച്ചുറലായിട്ടുള്ളൊരു അഫ്രോ സ്റ്റൈലിലുള്ള ഒരു കറുത്ത മുടി ആയിരുന്നു ആരുടെ, നമ്മുടെ ഫെലിക്സിൻ്റെ. ഈച്ച് യങ്സ്റ്റർ ഹാഡ് എ ഡ്രീം. 2 പേർക്കും ഒരു മെയിൻ എയിം ഉണ്ടായിരുന്നു, ടു ബിക്കം ദ ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ഓഫ് ദ വേൾഡ്. ഈ ലോകത്തിലെ നല്ലൊരു വെയ്റ്റ് ചാമ്പ്യനായി മാറണമെന്ന്. ബോത്ത് ഓഫ് ദം ആർ ഹാർഡ് വർക്കിംഗ്. 2 പേരും നല്ല ഹാർഡ് വർക്കിംഗ് ആയിരുന്നു, അന്റോണിയോയും ഫെലിക്സും. പിന്നെ നമ്മുടെ ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കണ്ടൻറ്റ് എല്ലാം കൂടെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതായിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റും, എൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് സ്ഥിരം എക്സാമിന് ചോദിക്കുന്ന ടൈപ്പ് ചോദ്യമാണ് അനൗൺസ്മെൻറ്റ് അല്ലേ. നമ്മുടെ ഇവിടെ ബോക്സിംഗ് മാച്ചിന് മുമ്പായിട്ടൊരു അനൗൺസ്മെൻറ്റ് നടക്കും. നമുക്ക് ഒരു എക്സാമിന് ചോദിച്ചിരുന്നത് നേരത്തെ എന്താണ് വേൾഡ് കപ്പ് ഫുട്ബോൾ റിലേറ്റ് ചെയ്ത് ഒരു അനൗൺസ്മെൻറ്റ് ചോദിച്ചിരുന്നു. അന്നേരം നിങ്ങളാണ് അവിടെ അനൗൺസ്മെൻറ്റ് ചെയ്യാൻ നിൽക്കുന്നതെങ്കിൽ നിങ്ങളൊരു അനൗൺസ്മെൻറ്റ് നടത്തുക എന്നുള്ള രീതിയിലുള്ള ചോദ്യം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇംഗ്ലീഷ് ആയാലും നമുക്ക് വരാം. ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഒരു നമ്മുടെ ഈ ബോക്സിംഗ് മാച്ചിന് മുമ്പുള്ളൊരു അനൗൺസ്മെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് നിർബന്ധമായിട്ട് എല്ലാവരും പഠിച്ചിരിക്കണം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അനൗൺസ്മെൻറ്റ് ബിഫോർ ദ ബോക്സിംഗ് മാച്ച്. അപ്പോൾ നമ്മളൊരു അനൗൺസ്മെൻറ്റ് നടത്തുമ്പോൾ ഫസ്റ്റ് എന്ത് കൊടുത്തിരിക്കണം, ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. It is the golden moment. We have all been waiting for the main event between 2 fine young fighters. ഓക്കെ, നമുക്ക് കോമൺ ആയിട്ട് ഏത് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ലൈനാണ് ഇത് അല്ലേ. ഇറ്റ് ഈസ് ദ ഗോൾഡൻ മൊമെൻറ്റ്. വി ഹാവ് ഓൾ ബീൻ വെയിറ്റിംഗ് ഫോർ ദ മെയിൻ ഇവൻറ്റ് ബിറ്റ്വീൻ 2 ഫൈൻ യങ് ഫൈറ്റേഴ്സ്. ഇൻ വൺ കോർണർ വെയിങ് 134 pounds, Felix Vargas, and in other weighing 133 pound. അതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ലൈൻസ് ഒക്കെ തന്നെയാണ്.
അദ്ദേഹത്തിൻ്റെ പേര് 133 പൗണ്ട് വെയിങ് ഉള്ള ആളാണ് അന്റോണിയോ ക്രൂസ്. 134 വെയിങ് ഉള്ള ആളാണ് ഫെലിക്സ് വർഗാസ്. ഇവർ രണ്ടുപേരും രണ്ട് കോർണറിലായിട്ട് നിൽക്കുകയാണ്. ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് ഫൈറ്റ്, എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഫോർ ഓൾ. ദ വിന്നർ വിൽ റെപ്രസെൻറ്റ് ദ ബോയ്സ് ക്ലബ് ഇൻ ദ ടൂർണമെൻറ്റ് ഓഫ് ചാമ്പ്യൻസ്, ദ ഗോൾഡൻ ഗ്ലോവ്സ്. ഇതിൽ രണ്ടുപേര് നല്ല ഫ്രണ്ട്സാണ്. പക്ഷേ ഇവർ രണ്ടുപേരിൽ വിജയിക്കുന്ന ആരാണോ അവരായിരിക്കും എന്താണ് ബോയ്സ് ക്ലബിൻ്റെ ടൂർണമെൻറ്റ് ചാമ്പ്യനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. പ്ലീസ് സപ്പോർട്ട് ദ ബോക്സർ വിത്ത് ദ ട്രൂ സ്പിരിറ്റ് ഓഫ് ദ ഗെയിം. ഓക്കെ, അതുകൊണ്ട് ഈ ഗെയിമിനെ ഒരു ട്രൂ സ്പിരിറ്റായിട്ട് കണ്ടുകൊണ്ട് എല്ലാവരും ഈ ബോക്സേഴ്സിനെ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഓക്കെ, നമ്മുടെ പാർട്ട് 1 ആയിട്ട് ഞാൻ ഇത്രയുമാണ് ഇപ്പോൾ ഇടുന്നത്. ബാക്കി ഞാനിപ്പോൾ തന്നെ ഉടനെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, വീഡിയോ പോസ്റ്റ് ചെയ്യും. അപ്പം നിർബന്ധമായിട്ട് എല്ലാവരും ഈ വീഡിയോസ് കാണണം. ഇംഗ്ലീഷ് കുറേയൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. തീർച്ചയായിട്ടും ഇതിന് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ക്ലാസ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ മാക്സിമം എല്ലാ ഫ്രണ്ട്സിലേക്കും എത്തിക്കുക. ഇപ്പോൾ ഇത് സയൻസുകാർക്കെന്നോ VHSക്കാർക്കെന്നോ കൊമേഴ്സെന്നോ ഹ്യൂമാനിറ്റീസെന്നോ ഒന്നുമില്ല, എല്ലാവർക്കും എന്താണ് കോമൺ ആണ് ഇംഗ്ലീഷ് എന്നറിയാം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം അത് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് മാക്സിമം ഇത് ഉപകാരപ്പെടും കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്.